നാമെല്ലാം അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. എന്നാൽ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കുന്ന കോവിഡ് മഹാമാരി ലോകത്തെ ആകെ ബാധിച്ചപ്പോൾ സമ്മേളനങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് 2 വർഷക്കാലത്തിന് ശേഷമാണ് ഈ സമ്മേളനം 2022 അവസാനം നടത്താൻ നാം നിശ്ചയിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ വെച്ച് തന്നെ ഈ സമ്മേളനം നടത്തണം എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടിയ ഒരുക്കങ്ങൾ കഴിഞ്ഞ ഏതാനും നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. 102 വർഷക്കാലം രാജ്യത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ സജീവമായ പങ്കുവഹിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ തൊഴിലാളി സംഘടന ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് AITUC ആണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തൊഴിലാളികളെ പങ്കെടുപ്പിക്കാനാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഓരം ചേർന്ന് AITUC അതിൻ്റെ പ്രവർത്തനം നടത്തിയതെങ്കിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന യാമം മുതൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങളുണ്ടായി. സാമൂഹ്യ പുരോഗതിയിൽ തൊഴിലാളികളുടെ പങ്കിനെ ബഹുമാനിച്ചിരുന്ന ഒരു കാലത്തിന് പകരം മൂലധനത്തിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഭരണകൂടത്തെയും സാമ്പത്തിക നയങ്ങളെയുമാണ് ഇന്ന് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം പല വഴികളിലായി പിരിഞ്ഞുപോയ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ പുതിയ വെല്ലുവിളിയെ നേരിടാൻ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 90-കൾക്ക് ശേഷം ആ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കോർപ്പറേറ്റ് അനുകൂല ഭരണകൂട നയങ്ങൾക്കെതിരെ വലിയ പോരാട്ടങ്ങളാണ് നാം സംഘടിപ്പിക്കുന്നത്. 2009-ൽ നാം അംഗീകരിച്ച അതേ ചാർട്ടർ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് BMS-ഉം INTUC-യും AITUC-യും CITU-വും HMS-ഉം എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്നും നമ്മുടെ പോരാട്ടം നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ രാജ്യത്ത് ലോകത്താകെ നടക്കുന്ന പോരാട്ടങ്ങളുടെ പട്ടിക എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കുന്ന നേതാക്കന്മാർ പറയും എന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ പോരാട്ടങ്ങളുടെ സമരഭൂമിയിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായൊരു ദിശയിൽ സംസ്ഥാനമാണ് സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആഗോളീകരണം
ലോകത്തിന് നൽകിയ അനുഭവം തൊഴിലെടുക്കുന്നവൻ്റെ സാമൂഹ്യ സുരക്ഷ കുറഞ്ഞു വന്നു എന്നതാണ്. 2008 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും അതിനുശേഷം നവലിബറൽ സാമ്പത്തിക നയങ്ങൾ പല രാജ്യത്തും നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴും തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വം എന്ന ആശയം ചോദ്യം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലും അതുതന്നെയായിരുന്നു പൊതുസ്ഥിതി. എന്നാൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, അത്തരമൊരു ഗവൺമെൻറ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര തന്നെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾക്കിടയിൽ പോലും പരിശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ ഭരണകൂടമാകട്ടെ കോർപ്പറേറ്റ് മൂലധന താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിയമ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ തൊഴിലാളിക്ക് സംരക്ഷണം നൽകുന്ന ഏക സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്. ഇത് കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ നടത്തിയ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ്. അതുകൊണ്ട് അത്തരം പോരാട്ടങ്ങളും സമരങ്ങളും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഉറപ്പുകളും പാലിക്കാൻ വേണ്ടി ഒരു പുതിയ പോരാട്ടത്തിൻ്റെ സമരമുഖം നമുക്ക് രാജ്യത്ത് തുറന്നേ പറ്റും. അതിന് മാതൃകയാണ് കേരളം. നവലിബറൽ നയങ്ങൾക്ക് ഒരു ബദൽ നയം ഉയർത്തിക്കൊണ്ടുവരാനാണ് നാം ശ്രമിക്കുന്നത്. ഈ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള തൊഴിലാളികളുടെ ഐക്യദാർഢ്യം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ 42ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യയോട് സമീപത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ആ കാര്യമാണ് ആവർത്തിച്ച് പറഞ്ഞത്. ആ സൗഹാർദ്ദ പ്രതിനിധികൾ അവരുടെ രാജ്യത്തെ പോരാട്ടങ്ങളെയും സമരങ്ങളെയും കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഇന്ത്യയിലെ സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 4 മാസം മുമ്പാണ് WFTU സമ്മേളനം അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. I think it is his first visit to India. That too is for the ഉദ്ഘാടന പ്രസംഗത്തിന് സഖാവ് പാംബിസ് ക്രിറ്റ്സിസ് അദ്ദേഹത്തിൻ്റെ അഭിവാദ്യ പ്രസംഗം ആണ് ആദ്യം നടത്താൻ നിശ്ചയിച്ചത്. ആദരപൂർവം WFTU ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി ക്ഷണിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. Brothers and sisters, on behalf of more than 105 million members of the World Federation of Trade Unions from 133 countries
from all corners of the earth, I convey to you militant red greetings. We express our class solidarity to your mass and militant struggles against the Modi government's neoliberal policies, struggles to defend the democratic and trade union freedoms, the collective bargaining, and the stable, permanent, and agreements-regulated work. The crisis of capitalism, it deepens all over the world, resulting in the open violation of democratic and trade union rights, the deterioration of working and living conditions, and the dramatic widening of social inequalities, poverty, and exploitation. The big capital and its political representatives were using the pretext of the pandemic to attack on fundamental democratic and trade union rights, like the right to strike, to demonstrate, and to be organized. They doing whatever they can to transfer the results of the crisis to the shoulders of the working class, to the pensioners, to the farmers, to the poorer part of the self-employed people. The uncontrollable increase of the prices, especially to the necessary goods for the daily life, as well the energy poverty, it is another way to cut the salaries and to protect and increase the profits. By this way, not only the result of the pandemic and the economic crisis, but also the war of NATO with Russia in Ukraine, they want to be paid by the working class. For this reason, the United States, the NATO, and the European Union attempt to present the situation as a war between liberalism and authoritarianism, thinking that this way their own criminal role can be hushed up. But this dirty role is clearly visible in so many imperialist wars and interventions. In Palestine, in Syria, in Iraq, in Afghanistan, in Libya, Yugoslavia, in Cyprus, and so many other places. The embargoes against Cuba and Venezuela, and so many sanctions and economic wars. They are hawks, not pigeons. Peace is not being protected by even more militarism or patronage of all kinds of far-right nationalists and fascists. It cannot be based on blockades, sanctions, and economic wars. The working class is fighting for permanent and stable peace, for the dissolution of NATO and all military coalitions, and for the abolition of nuclear weapons. Through remarkable struggles, like the today incredible massive and military rally, the workers all over the world refuse to pay for the capitalist crisis and the imperialist wars. WFTU affiliates, in the militant spirit of our recent 18th Congress we had in Rome in May, are at the forefront of these struggles, demanding the satisfaction of the contemporary needs of the workers at all levels: salary, employment, security, culture, and mental. But what is the response of the bourgeois governments to the just popular demands? The sharpening of state repression and authoritarianism. Unfortunately, with the cooperation and of the tolerance of surrendered trade union leaders together with yellow unions,
the arrest of the Secretary General of the International Trade Union Confederation, Luca Vicentini, for a corruption scandal linked with the cover-up of terrible crimes against thousands of workers in Qatar, reminds one more time how important are the struggles to protect the trade unions' autonomy and their class orientation away from bureaucracy, corruption, and manipulation by the capital and the employers. Dear comrades, brothers and sisters, the ITUC 42nd Conference, which is so successfully concluded today, is a very important event not only for you, but for all of us, for the world-class oriented trade union movement. On behalf of our federation, I welcome the newly elected leadership of AITUC, the re-elected comrades, and the comrades who are being elected for the first time. I particularly welcome the re-election of Comrade Amarjit Kaur, a prominent leadership figure, not only of the Indian, but also for the world-class labor movement. The AITUC is one of the largest and most historic trade union centers with a pure class orientation and with a leading role through the ranks of the WFTU. Your struggles to defend and expand the rights and improve the quality of the life of the Indian workers are important not only for you, but also for the workers in Europe, in Africa, in Latin and North America. The attack to the working class gains and rights, it is very hard and it is global-wide. The monopolies and multinational giants, while fiercely competing for control of markets and raw materials, at the same time, they are cooperating on the attack against labor and social rights. Our weapon is solidarity and internationalism for the workers who resist, who do not compromise with oppression, discrimination, and exploitation. There is no only other path to follow, and this is the path of dignity, the path of the struggles. Keep going, comrades, with unity and decisiveness, and be sure that you can always rely on the solidarity and the support of the international class-oriented trade union movement. Be sure that your struggles for the new India, India of progress, freedom, working and social rights, it is also our own struggle. It is an eternal part of the struggle for a better world, free of imperialist wars, refugees, and economic emigrants, a world without man-by-man exploitation. Long live the working class struggles for peace and social justice. Long live the AITUC and the working class of India. Long live WFTU. AITUCയുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് രമേന്ദ്രകുമാർ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ AITUC ജനറൽ സെക്രട്ടറി സഖാവ് അമർജിത് കൗറിനെ ക്ഷണിക്കുന്നു.
Comrade President of the meeting, all my friends from fraternal organizations from foreign countries, my colleagues, auto rallies and on march, processions, no method was left to popularize the message of 42nd conference. So I must congratulate as well as thank the reception committee and state AITUC committee for that. അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദേശ പ്രതിനിധികളെ, സഖാക്കളെ, സഹോദരീ സഹോദരന്മാരെ, മാധ്യമങ്ങൾ പ്രവർത്തകരെ, എനിക്ക് ആലപ്പുഴയിലെ സഖാക്കളോട്, കേരളത്തിലുള്ളവരോട് നന്ദി പറയുവാനുണ്ട്. 42ാമത് AITUC ദേശീയ സമ്മേളനം ഇത്ര ഭംഗിയായി വിജയിപ്പിച്ചതിന് പ്രത്യേകിച്ച് സ്വാഗത സംഘത്തിനോട് നന്ദി പറയുകയാണ്. AITUCയുടെ സംസ്ഥാന നേതൃത്വത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മീറ്റിങ്ങുകളും സെമിനാറുകളും ട്രാക്ടർ റാലികളും ഒക്കെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയ വിജയമാക്കി തീർത്തതിന്. We are in the land of martyrs of Punapra. Several other places where the history of martyrdom was written in Kerala. It was enthusing for us, all our delegates and comrades, to come from all corners of India to participate in this 42nd conference. They expected, they hoped that our discussions will remember the history of sacrifices, history of contribution of AITUC in freeing our country from British colonial rule. They were coming here to be enthused, to once again understand those tyrants, colonial rulers were fought by the Indian people and working class was never behind. It was once again to remember that those tyrants, rulers tried to divide Indian people to continue their rule on this country. So those who were looting us, exploiting us, suppressing us, oppressing us, then trying to divide us, they needed to be defeated and to be thrown out of our land. And in that whole battle, our AITUC predecessors, our ancestors participated in the glorious freedom movement. This was necessary for us to remember all that and to come to this Punapra land to once again understand who are the present rulers who are sitting in the seat of power in Delhi. They are the ancestors of those very forces who stood with the British rulers, who never fought in Indian freedom movement, who betrayed Indian people, who were always dividing our people, who were spreading communal venom and hatred at that time also. They are the ancestors of the present rulers who behaved that way. And how we look at our history, during their betrayal, we were valiantly fighting, our predecessors were fighting. So it became important for us to come and debate. India is in trouble. Indian people are in trouble. Our natural resources, national resources are again, once again in Indian corporate and foreign corporates, they are being offered. We would be once again looted in the guise of our own government, leading that loot, allowing that loot. And then hundreds of years, thousands of years, great civilization of India, living in harmony. As many religions are there on this earth planet, believers of all those religions live in India. We have lived through centuries, living together
different food habits, different dress habits, different cultural festivals, different ways of believing or not believing, being believer or being an atheist, a great country with flora or fauna. That great country was ruined by colonial rulers, and today own elected government in India wants to ruin this country. That is why it was important for us to have this 42nd conference to deliberate in the land of martyrs who fought for India. And we deliberated and we come out of that with some decisions which we have to carry forward after we depart from here. പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ നാട്ടിലാണ് നമ്മൾ സമ്മേളനം നടത്തുന്നത്. മറ്റനേകം പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണിത്. ഒരുപാട് നാടുകളിൽ നിന്ന് സഖാക്കൾ വന്നു ചേർന്നിട്ടുണ്ട്. അവർ ഈ ചർച്ചകളെല്ലാം തന്നെ ഓർത്തിരിക്കും. ഒരിക്കൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന്, കൊളോണിയൽ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ് നമ്മുടെ പൂർവികർ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചരിത്രമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനും പൂർവികർക്കും. എന്നാൽ ഇന്ന് ആരാണ് ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്നത്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം പിന്തുടരുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം പരത്തുന്നവരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. വലിയ അപകടകരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഈ രാജ്യത്തിലെ ജനങ്ങൾ അപകടത്തിലാണ്. നമ്മുടെ പൊതു സ്വത്തുക്കൾ അവർ കൊള്ളയടിക്കുന്നു. നൂറിലധികം വർഷങ്ങളായി വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന നാടാണിത്. വ്യത്യസ്തമായ മതം, ഭാഷ, വസ്ത്രം, ഭക്ഷണം, വിശ്വാസികളും അവിശ്വാസികളും എന്നിങ്ങനെ നാനാ തരത്തിലുള്ള വൈവിധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു നാടാണിത്. എന്നാൽ ആ നാടിനെ അന്ന് കൊളോണിയൽ ശക്തികൾ വേർതിരിപ്പിൻ്റെ രാഷ്ട്രീയമുണ്ടാക്കിക്കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ നമ്മൾ വീണ്ടും അതുപോലുള്ള ഒരു ഭരണത്തിൻ കീഴിലാണ്. In the conference, of course, we reviewed our activities. We looked at the developing political economic situation since this government has come to power. We discussed in various commissions on several very important subjects. We adopted 2 reports, we adopted 4 commission reports, and we adopted almost 37 different resolutions on important subjects. Added to it, presence of WFTU General Secretary, his message and his viewpoint, what all is happening in the world, including the messages from our fraternal delegates who came all the way from Cyprus, from Portugal, from Kazakhstan, from Nepal, from Sri Lanka, from Syria. They were there with us. Some of our friends could not join us because of visa problem. Some friends had to go back, they were not allowed entry. And some others could not come because financial constraints were there. But they all sent message from across the world. And Ambassador of Vietnam, great Vietnam, which defeated French colonial rulers, which defeated United States of America, a mighty force which wanted Vietnam's needs to be remain divided and to be oppressed. They defeated. Their ambassador came all the way from Delhi to deliver a message from Vietnam's trade unions. Also we had representative of International Labour Organization to give us message. Our friends from Nepal, they are still with us, our closest friends. They came, 4 of them. So the messages of all these enriched our discussions, enriched our understanding, and discussion of our comrades further helped us in enriching our documents. And that's why this Congress has been a very, very successful national conference of Aituc. From the point of view how we look at future,
with all this enrichment and enlightenment further, how we look at future, what do we want to do? That is where I would like to tell you how we want to go way forward. What is the forward message? ഈ സമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളാണ്. 4 കമ്മീഷനുകളാണ് ഉണ്ടായിരുന്നത്. 37 പ്രമേയങ്ങളാണ് പാസ്സാക്കപ്പെട്ടത്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത WFTUവിൻ്റെ ജനറൽ സെക്രട്ടറി നമുക്ക് സന്ദേശം നൽകുന്നതിനായി എത്തി എന്നുള്ളതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ വിദേശ രാജ്യങ്ങളായ സൈപ്രസ്, പോർച്ചുഗൽ, ഖസാക്കിസ്ഥാൻ, ശ്രീലങ്ക, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിച്ചേർന്നു. കുറച്ചു പേർക്ക് വിസ പ്രശ്നങ്ങൾ മൂലവും മറ്റു കുറച്ചു പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണവും എത്തിച്ചേരുവാൻ സാധിച്ചില്ല എങ്കിലും അവർ നമുക്ക് സന്ദേശങ്ങൾ അയച്ചു. മഹത്തായ വിയറ്റ്നാമിൻ്റെ അംബാസിഡർ, നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ വിയറ്റ്നാം ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തെ തോൽപ്പിച്ച മഹത്തായ രാജ്യമാണ്. അവിടെ നിന്നുള്ള അംബാസിഡർ നമുക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. നേപ്പാളിൽ നിന്നുള്ള സഖാക്കൾ എത്തിച്ചേർന്നു. ഇവരൊക്കെയും നമ്മുടെ ചർച്ചകൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇത് പ്രാധാന്യമർഹിക്കുന്ന സമ്മേളനമാണ്. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന വലിയ ചർച്ചകളാണ് ഇവിടെ നടന്നത്. We understand it's not only in the normal times that the capitalists exploit those who are wealth producers. And those capitalist cartels and monopoly companies, multinational companies or national monopoly companies, they try to say that they are the wealth producer. Who is the wealth producer? We the workers are wealth producers. Those who are workers in manufacturing, in production, in service sector, everywhere. We provide services and we produce wealth. And we know very well who are the exploiters. But this COVID pandemic area has further opened the eyes of people and shown how brutal, how cruel the capitalists can be. In all those countries where the governments were pro-corporate, common people were left to their mercies. And corporates were allowed to loot in those difficult times. Only the government employees and public health employees and public sector employees and workers were in the field for their own people. This was seen in various countries. Only those places where the regimes and the rulers were pro-people, pro-workers and farmers, they stood with their people. They tried to do everything best possible what they can deliver for their masses in those difficult times. I cannot forget Cuba under sanctions for years and years since its revolution, facing all difficulties. After collapse of Soviet Union, all ways of help have been cut off to them further. From that Cuba, themselves not a flourishing economy, they are a developing economy, facing sanctions, still serving their people. Doctors of Cuba went out to help other countries in this COVID pandemic. That is how World Federation Trade Union and we all together with our World Federation Trade Union demanded why the Cuban doctors should not be given Nobel Prize. Such humanitarian service they did. It proves that only those governments who stand for the people, who stand with the working masses, can understand their pain and can stand up with them in difficult times. And those who support the looters, exploiters, they abandon their masses. And this is vividly known to us. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു സാധാരണ സമയം പോലെയല്ല. മുതലാളിത്തവും കുത്തക മുതലാളിത്തവും ഒക്കെയാണ് ഇവിടെ.
ചൂഷണം നടത്തുന്നത്. അവർ പറയുന്നത് അവരാണ് ഇവിടെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാക്കുന്നത്? അത് തൊഴിലാളികളാണ്. കോവിഡ് പകർച്ചവ്യാധി സമയത്ത് ആരാണ് നമ്മളെ ചൂഷണം ചെയ്തത് എന്ന് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഇടത്ത് കുത്തക മുതലാളിമാർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ ലാഭമുണ്ടാക്കുകയുണ്ടായി. ഗവൺമെന്റ് മേഖലയിലും ഇതര മേഖലയിലും ഒക്കെയുള്ള തൊഴിലാളികളാണ് കഷ്ടപ്പെടുന്ന ജനങ്ങളെ ചേർത്തു നിർത്തിയത്. ക്യൂബയെക്കുറിച്ച് ഈ അവസരത്തിലാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ക്യൂബയിൽ നിന്നുള്ള ഡോക്ടർമാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുകയുണ്ടായി. WFTU അന്ന് ചോദിച്ചതാണ് ക്യൂബയിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് എന്തുകൊണ്ടാണ് നോബൽ സമ്മാനം കൊടുക്കാത്തത് എന്ന്. കാരണം അവരുടെ സേവനം അത്തരത്തിലുള്ളതായിരുന്നു. അന്ന് കൂടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള മറ്റു മേഖലയിലുള്ളവർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. I don't want to take much of your time, but in the end I want to say, comrades, in our country, our people suffered very badly, miserably, especially our workers, migrant workers who walked miles and miles, more than 1,500 kilometers, walking on roads, dying hungry, dying without medicine, dying with dehydration. Our women workers giving birth to their children on the roadside. Very pathetic condition we saw. Here LDF government tried to help migrant workers. Community kitchen was started. They were taken care of. And then our Aituc comrades also worked hard all over India to help these stranded workers. And here, safe passage to their states. All that was done. We know how public health system could work here to support the people. Within our country, we can see the variation. Where some of the state governments were not allowing their own people of that state, the worker of that state, they were not allowing them to enter back to their state. We saw that kind of discriminatory and cruel behavior within our country also. How our Prime Minister, a sadist in his nature. Who is a sadist? Sadist is a person who enjoys the miseries and pain of others. Sadist is a person who shows fake tears when you want to earn the sympathy of others, but cruel at heart, shying to be openly trying to show as if you are very empathetic to others. So we understand the regime ruling over there, and during their rule, workers suffered. They allowed the corporates to loot our money. Every day the policies are to finish off this nation, to divide this nation, to loot this nation, to dismantle public sector, to dismantle government departments, everything. All democratic institutions of governance are being crippled, being made non-functional, and some of the government institutions are being used to chase the people, organizations, bodies, individuals who oppose the government. Anybody questioning government, they are behaving like this. And that is the lesson we learned, how neo-Nazis and neo-fascists are showing their heads in several countries. We learned this lesson in a WFTU Congress and through our links with them, how in various countries they are killing the democratic rights of people. So similarly, Indian regime is also behaving that way, taking away our hard-won labor rights, won in 150 years of struggle in India. So we debated on those issues also. Trade union is the biggest resistance movement in any country. Working class is the biggest resistance movement to tyrant regimes. And that is why, along with the neoliberal economic models, along with the pro-corporate international finance capital model, they bring in how to kill the unions,
how to cripple the unions, how to stifle the union, how to oppress the union, how to finish off their union rights. That has been experienced in various countries, and in our country we are facing that. So what is our slogan? Of course, lots of action programs we adopted. Through commissions, through resolutions, we will carry forward. 30th January, National Convention of Workers by platform of Central Trade Unions will happen. Lots of action programs will be taken up over there. We will carry it forward. But among all those action programs, the direction is one. And the direction is 2024 is in the corner. Whole of 2023 should be the year of struggles, agitations, and sacrifices. And 2024, we do not want to see this tyrant regime sitting in the seat of power in Delhi. And that's why we clearly say, we want to remove this government. BJP Bhagao or Desh Bachao is the real direction of all the programs culminating into it. Because they are not only against working class or against our farmers or against our other sections of society. They are against India. They are against our national interests. They are against our national resources. They are trying to sell everything. So they are against India. They are anti-national government. And anti-national government has to have a befitting reply from the working class, and that is, we have to uproot this government in 2024. Whole leadership. Leadership is not only what you elected today. General Council, Working Committee, and the office bearers. AITUC leadership means all its state leaders, all its leaders at the district level, all its leaders at the institution and enterprise level, industry level, everywhere. Those who are leading from grassroots level up to the top level, they are the leadership of AITUC. And that is why great responsibility on all the comrades, from center to state to district to plant level, industry and enterprise level, to carry forward this message of 42nd conference. So if we wish to look at New India, build a New India, the slogan which was coined in the press conference also yesterday. So how New India will come? Who is obstacle in New India? Who is trying to destroy whatever we made in independent India? So until this regime is removed, you cannot have dream of building New India. So march to New India. To march to New India, this regime must be thrown out. And with that clear direction, we will be going from LP all over India. Our comrades should carry the message and build the big movements. And you, the AITUC, have to make the maximum responsibility bearing in the united movement of trade unions. Your responsibility is bigger not only to India, also to inspire working class movement and trade unions in whole of South Asia. We learn from those countries and their trade union movement also. But they look towards us, the oldest organization, AITUC, a pioneer of trade union movement. They are looking towards us. Whole of South Asia looks towards us, and many other countries also. And that is what they were trying to say, many of them. And that's why, with that sense of responsibility, with total clarity, with clear direction where we are going to move, I'm very hopeful, and I assure my LP people who are here, or the comrades who came from other districts, we all together will be marching ahead to build that new India, free of exploitation, and throw this regime out of the power in 2024. Lal Salam,
Jai Hind, Inkılap, Zindabad. ആരാണ് നാസി? ആരാണ് ഫാസിസം നടപ്പിലാക്കുന്നത്? WFTU ചർച്ച ചെയ്യുന്നത് ആരാണ് ഇന്ന് ട്രേഡ് യൂണിയനുകളുടെ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നത്? നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത തൊഴിലവകാശങ്ങളെ ഇല്ലാതാക്കുന്നത്, ട്രേഡ് യൂണിയനുകളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് ആരാണ്? 30 ജനുവരിയിൽ ദേശീയ തലത്തിൽ തൊഴിലാളികളുടെ സമ്മേളനം നടക്കുമ്പോൾ 2024 അടുക്കുകയാണ് എന്നത് നമ്മൾ മറന്നുകൂടാ. 2023 സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും കാലമായിരിക്കും. 2024 ഈ ഗവൺമെന്റ് ഭരണത്തിൽ നിന്ന് മാറ്റണം എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അവർ കർഷകർക്ക് എതിരായിട്ടുള്ളവരാണ്, അവർ തൊഴിലാളി വിരുദ്ധരാണ്, അവർ സ്ത്രീ വിരുദ്ധരാണ്, അതുപോലെ തന്നെ അവർ ദേശദ്രോഹികളാണ്. 2024 അവരെ ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നതാവണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള എല്ലാ നേതാക്കളും മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ വരെ നമ്മുടെ 42ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഈ സന്ദേശം എല്ലായിടത്തും എത്തിക്കേണ്ടതുണ്ട്. പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുക എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നത് ഈ ഭരണത്തെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. കാരണം ഈ ഭരണത്തെ മാറ്റിക്കൊണ്ടല്ലാതെ പുതിയ ഇന്ത്യ നിർമ്മിക്കുവാൻ നമുക്ക് സാധ്യതയില്ല. ആലപ്പുഴ മുതൽ രാജ്യത്തൊട്ടാകമാനം ഈ സന്ദേശം നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. ഇത് AITUCയുടെ കർത്തവ്യമാണ്. സൗത്ത് ഏഷ്യയിലെ മിക്കവാറും എല്ലാ യൂണിയനുകളും ഉറ്റുനോക്കുന്നത് AITUCയുടെ രാഷ്ട്രീയമാണ്. കാരണം AITUC ആണ് ഇത്ര ശക്തമായി മുന്നിൽ നിന്ന് നയിക്കുന്നത്. അത്തരത്തിൽ വേണം നമ്മൾ അതിനെ കാണുവാൻ. അത്ര ഉത്തരവാദിത്വത്തിൽ വേണം, അത്ര ഗൗരവത്തിൽ വേണം നമ്മൾ ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കുവാൻ. 2024 ആകുമ്പോഴേക്കും ഈ ഭരണം ഉണ്ടാവില്ല എന്നത് നമ്മൾ ഉറപ്പാക്കണം. അതിൽ നിന്നാണ് നമ്മൾ പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കേണ്ടത്. എല്ലാവർക്കും ലാൽ സലാം. AITUC സമ്മേളനം പുതിയതായി തിരഞ്ഞെടുത്ത AITUCയുടെ വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് ബിനോയ് വിശ്വം MP നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സഖാക്കളെ, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഈ മഹത്തായ മണ്ണിൽ, പുന്നപ്പറയുടെയും വയലാറിൻ്റെയും മണ്ണിൽ നാടിനു വേണ്ടി പോരാടി മരിച്ച ധീരന്മാരുടെ ഒരിക്കലും മങ്ങിപ്പോകാത്ത ഓർമ്മകൾ തുടിക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ട് നാം പറയുന്നു, നമ്മൾ തൊഴിലാളി വർഗം അതിൻ്റെ വാക്ക് പാലിക്കും. നമ്മുടെ വാക്കെന്താണ്? നമ്മുടെ വാക്ക് നാടിനെ വഞ്ചിച്ച, ജനങ്ങളെ മറന്ന, അധ്വാനിക്കുന്നവരുടെ എല്ലാ താല്പര്യങ്ങളെയും കുഴിച്ചു മൂടുന്ന ഈ സർക്കാരിനെ നാം തീർച്ചയായിട്ടും കടപുഴക്കി എറിയുമെന്നാണ്. നാം അത് ചെയ്യുക തന്നെ ചെയ്യും. ആ സമരത്തിൽ നാം ഒറ്റയ്ക്കായിരിക്കുകയില്ല. AITUC പറയുന്നു, തൊഴിലാളി വർഗം പറയുന്നു, ഈ സർക്കാരിൻ്റെ ഭ്രാന്തൻ നയങ്ങളോട് ഹൃദയം കൊണ്ട് യോജിക്കാനാകാത്ത ലക്ഷക്കണക്കോ കോടിക്കണക്കോ മനുഷ്യരുണ്ട്. ഈ സർക്കാരിൻ്റെ ദ്രോഹനയങ്ങളുടെ ആക്രമണത്തെ മുറിവേറ്റവർ ഇവിടെ കോടിക്കണക്കിന് പേരുണ്ട്. ഈ സർക്കാർ നാടിനോട് കാണിക്കുന്ന വഞ്ചനയിൽ അമർഷം കൊള്ളുന്ന ദശാഭിമാനികൾ ഇവിടെ കോടിക്കണക്കിനുണ്ട്. ഇവിടുത്തെ മണ്ണിനെ സമ്പുഷ്ടമാക്കിയ, നാടിനെ തീറ്റിപ്പൊറ്റുന്ന അന്നദാതാക്കളായ കർഷകർ കോടിക്കണക്കിനുണ്ട്. നാം പറയുന്നു, അവരെല്ലാം നമ്മുടെ വർഗബന്ധുക്കളാണ്. അവരെല്ലാവരുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട്, അവരുടെ എല്ലാം ഹൃദയവികാരങ്ങളുമായി നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് തൊഴിലാളി വർഗം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വർഗപരമായ പങ്ക്
രാഷ്ട്രീയമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പങ്ക് നിറവേറ്റുമ്പോൾ നമുക്കുറപ്പാണ് മോഡി ഗവൺമെൻറ്റിനെ, RSS നയിക്കുന്ന മോഡി ഗവൺമെൻറ്റിനെ നമ്മുടെ ജനങ്ങൾ മുട്ടുകുത്തിപ്പിക്കും. നാം വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ കൂടിയത്. അതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വിജയകരമായിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ കാതലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ലോകം നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ ലോക തൊഴിലാളി ഫെഡറേഷൻ്റെ WFTUവിൻ്റെ ഒന്നാമത്തെ നേതാവ് ജനറൽ സെക്രട്ടറി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ 5 നാൾ നമ്മളിൽപ്പെട്ട ഒരാളെപ്പോലെ അവിടെ ഉണ്ടായിരുന്നു. ചൂടോ തണുപ്പോ വിശപ്പോ ഒന്നും ബാധകമല്ലാതെ നാം ചിരിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട്, നാം കഴിച്ചപ്പോൾ കൂടെ ആഹാരം കഴിച്ചുകൊണ്ട്, നാം നാടകം കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ട്, നാം പാടിയപ്പോൾ കൂടെ പാടിക്കൊണ്ട് നമ്മുടെ ഭാഗമായി നിന്ന WFTUവിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എത്രയോ എത്രയോ കോടികളുണ്ട് ഈ ലോകത്ത്. WFTU ഒരു കാര്യം നമ്മളെല്ലാം അറിയിക്കുന്നു. നാം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമായതുപോലെ തന്നെ നാം ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള അധ്വാനിക്കുന്നവരുടെ സമരബന്ധുവാണ്. ഏത് ഭൂഖണ്ഡവുമാകട്ടെ, ആഫ്രിക്കയിൽ, ഏഷ്യയിൽ, ലാറ്റിൻ അമേരിക്കയിൽ, യൂറോപ്പിൽ, എവിടെയെല്ലാം അധ്വാനം മൂലധന വാഴ്ചയെ വെല്ലുവിളിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ സംഘടനയുണ്ട്, WFTU ഉണ്ട്. അവരെല്ലാവരും നമ്മളെ അറിയുന്നവരാണ്. എന്നെ അറിയില്ല വ്യക്തിപരമായി, നിങ്ങളെയും അറിയില്ല വ്യക്തിപരമായി. അവർക്കെല്ലാവർക്കും നമ്മളെ അറിയാം. എങ്ങനെയാണത്? AITUC ആയിട്ട്, ഇന്ത്യയിലെ തൊഴിലാളി വർഗമായിട്ട് നാം അതുകൊണ്ട് തിരിച്ചറിയുകയാണ്. നമുക്ക് ലോകത്തെല്ലാം ബന്ധുക്കളുണ്ട്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള ആ ബന്ധുക്കളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് AITUC വീണ്ടും പറയുന്നു, നമ്മൾ ഈ മാറ്റത്തിൻ്റെ രാഷ്ട്രീയ വഴികൾ അറിയുവാൻ വേണ്ടി എല്ലാവരുടെ കൈ കൊടുത്തു പിടിക്കും. നരേന്ദ്രമോദി പറയുകയാണ് അദ്ദേഹം ദേശസ്നേഹത്തിൻ്റെ വക്താവാണെന്ന്. അദ്ദേഹം അത് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഭാരത് മാതാവിനെ പറ്റി പറയുമ്പോൾ, ഭാരതാംബയെ പറ്റി പറയുമ്പോൾ, ദേശാഭിമാനത്തെ പറ്റി പറയുമ്പോൾ 1000 നാവാണ്. വാസ്തവത്തിൽ BJP ഗവൺമെൻറ് ദേശസ്നേഹത്തിൻ്റെ ആദ്യത്തെ അക്ഷരം പോലും പറയുവാൻ കഴിയാത്ത ഗവൺമെൻറ്റാണ്. അതിന് അർഹത നഷ്ടപ്പെടുത്തിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. എല്ലാ ദേശീയ മൂല്യങ്ങളെയും ഒറ്റുകൊടുത്ത ഗവൺമെൻറ് പറയുവാൻ നാം മടിക്കേണ്ടതില്ല. നാടിൻ്റെ പരമാധികാരം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം, ഈ മഹത്തായ നാടിൻ്റെ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങൾ അതെല്ലാം അടങ്ങുന്ന ഭരണഘടനാ മൂല്യങ്ങളെ രാവിലും പകലും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ചൂഷകവർഗത്തിൻ്റെ കാൽക്കീഴിലേക്ക് അടികറ വയ്ക്കാനായി അച്ചാരം പറ്റിയ ഗവൺമെൻറ്റാണ് മോഡി ഗവൺമെൻറ്. ഈ സർക്കാർ പറയുന്ന സബ്കാ സാത്ത് എന്ന മുദ്രാവാക്യം അത് പെരുങ്കള്ളമാണ്. ആ വാക്കിൻ്റെ അർത്ഥം എല്ലാവരുടെയും കൂടെയാണെന്നാണ്. നമ്മുടെ എല്ലാം കൂടെയാണോ ഈ ഗവൺമെൻറ്? അല്ല. ഈ ഗവൺമെൻറ് പാവങ്ങളുടെ കൂടെയാണോ? അല്ല. ഈ ഗവൺമെൻറ് കൃഷിക്കാരുടെ കൂടെയാണോ? അല്ല. ഈ ഗവൺമെൻറ് വിദ്യാർത്ഥികളെ അറിയുമോ? ഇല്ല. ഈ സർക്കാർ യുവാക്കളെ അറിയുമോ? ഇല്ല. ഈ സർക്കാരിന് സത്യത്തെ അറിയാമോ? ഇല്ല. ഈ സർക്കാരിന് വെളിച്ചത്തെ അറിയാമോ? ഇല്ല. ഈ സർക്കാർ ചൂഷകവർഗത്തിൻ്റെ ഇരുണ്ട കോട്ടകളെ കാത്തുകിടക്കുന്ന, അവർക്ക് വേണ്ടി എല്ലാ ദേശീയ മൂല്യങ്ങളെയും മറക്കുന്ന ചൂഷകവർഗത്തിൻ്റെ കാര്യസ്ഥം പണി ചെയ്യുന്ന സർക്കാരാണെന്ന് ഈ സർക്കാരിൻ്റെ വർഷങ്ങളിൽ 8 നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8 കൊല്ലക്കാലമായി നമ്മൾ ആ കാഴ്ച കാണുന്നു. ഈ സർക്കാർ എപ്പോഴും പറയുന്നു അത് ആത്മവിമരത്തിൻ്റെ ഗവൺമെൻറ്റാണ്. അത് പറഞ്ഞ് പുതുമയ്ക്ക് വേണ്ടി അവരിപ്പോൾ പറയുന്നു ആത്മനിർഭർ ഭാരത്. കേൾക്കാൻ നല്ല സുഖമുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. സ്വദേശ സ്നേഹം കൊണ്ട് നിർഭരമായ മനസ്സുള്ള ഭാരതം എന്ന് പറയുകയാണ്. മിസ്റ്റർ മോഡി, നിങ്ങൾക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? അറിയാമെങ്കിൽ ഈ ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളുടെയും താക്കോലുകൾ നിങ്ങൾ വിദേശ മൂലധന വാഴ്ചയുടെ കൊണ്ടുപോയി പണയം വയ്ക്കുമായിരുന്നു. നാം കാണുന്ന കാഴ്ച എന്താണ്? ദേശസ്നേഹം പറയുന്ന ഗവൺമെന്റ് നമ്മുടെ സമ്പദ്ഘടനയുടെ എല്ലാ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും വിദേശ കൊള്ളക്കാരെ
ആനയിക്കുന്ന കാഴ്ച നാം എന്നും കാണുന്നു, എല്ലാം കാണുന്നു. ഈ മഹത്തായ നാടിൻ്റെ ആകാശവും ഭൂമിയും പാതാളവും വരെ അവർ വിദേശ കൊള്ളക്കാർക്കായി അടിയറ വയ്ക്കാനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ LIC, നമ്മുടെ GIC, നമ്മുടെ ബാങ്കുകൾ, നമ്മുടെ ഖനികൾ, നമ്മുടെ ആകാശം, നമ്മുടെ ഭൂമി, നമ്മുടെ ശൂന്യാകാശ ഗവേഷണമെന്ന് വേണ്ട ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയ പരമാധികാരത്തിൻ്റെ എല്ലാ കാവൽപ്പുരകളെയും അവർ എന്നേ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഏറെ വൈകാതെ നമ്മുടെ റബ്ബർ ബോർഡ് ഇല്ലാതാകും, നമ്മുടെ ടീ ബോർഡ് ഇല്ലാതാകും. അവിടെ എല്ലാം കൊള്ളക്കാർക്ക് വേണ്ടി മേയുവാൻ വേണ്ടി സർക്കാർ അതിനെല്ലാം കൊല്ലാൻ പോവുകയാണ്. ഏതെല്ലാമാണോ നാടനും മറുനാടനുമായ കൊള്ളക്കാർക്ക് അസൗകര്യം, അതെല്ലാം മാറ്റാനായി ഈ സർക്കാരിന് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഈ സർക്കാർ സബ്കാ സാത്ത് എന്ന് പറയുമ്പോൾ നാം അറിയുന്നുണ്ട്, നുണയാണത്, പെരുങ്കള്ളമാണത്. ഈ സർക്കാർ നമ്മുടെ കൂടെയല്ല, നാടിൻ്റെ കൂടെയല്ല. ഈ സർക്കാർ രാജ്യദ്രോഹത്തിൻ്റെ കാവൽക്കാരുടെ കൂടെയാണെന്നും നമുക്കറിയാം. ഈ നാടിൻ്റെ ചങ്കും കരളും പുറച്ചെടുത്ത് അതെല്ലാം വിദേശ കൊള്ളക്കാർക്കായി അടികറ വയ്ക്കാനായി ഇറങ്ങപ്പുറപ്പെട്ട സർക്കാർ നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കും പോലും. AITUC പറയുന്നു, ഈ സർക്കാർ സ്വാതന്ത്ര്യമെന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് പരമാധികാരമെന്ന വാക്കിൻ്റെ ആശയത്തെ ഒറ്റുകൊടുത്ത ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് മതേതര മൂല്യങ്ങളെ സമ്പൂർണ്ണമായും വിസ്മരിച്ച ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് കൊണ്ട് ഈ വാക്ക് പറയാൻ അവകാശമില്ല. ഈ സർക്കാർ അത്രയേറെ നുണ പറയുന്ന ഗവൺമെന്റാണ്. നുണ കൊണ്ട് കോട്ട കെട്ടിയ ഗവൺമെന്റ്, സത്യത്തെ വെറുത്ത ഗവൺമെന്റ്. ആ സർക്കാർ നമുക്ക് ഉണ്ടായെന്ന് രാജ്യം പറയുന്നു. എല്ലാ വർഷവും 2 കോടി വീതം ചെറുപ്പക്കാർക്ക് പണി കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. ജോലി കൊടുക്കാമത്രേ. എവിടെയാണ് ജോലി? ജോലിക്ക് വേണ്ടി രംഗത്ത് വന്നാൽ അടി കിട്ടും, വെടി കിട്ടും. എന്നിട്ട് പറയുന്നു എല്ലാവരെയും സൈന്യത്തിനെടുക്കും അത്രേ. അവർക്കെല്ലാം നല്ല പേര് കൊടുക്കുന്നുണ്ട് അത്രേ. അവരെല്ലാം അഗ്നിവീരന്മാരാണത്രേ, സൈനിക വീരമുള്ളവർക്കത്രേ. പട്ടിണി കൂലിക്ക് 2 കൊല്ലം യൂണിഫോം ഇട്ട് കവാത്ത് ചെയ്യിച്ചിട്ട് വിലകെടുപ്പിച്ചിട്ട് 2-ാം കൊല്ലം കഴിയുമ്പോൾ അവരെല്ലാം ഈ സർക്കാർ തെരുവിലേക്കെറിയും. എന്നിട്ട് പറയുന്നു അവർക്കെല്ലാം സർക്കാർ വേണമെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച പണി കൊടുക്കാമത്രേ. വാച്ച്മാൻമാർ, ഗാർഡുമാർ, അന്തിക്കൂട്ടുകാർ എന്നൊക്കെ പറയുന്ന ഓരോ പേരിട്ടുകൊണ്ട് അവർക്കെല്ലാം സർക്കാർ വേറെ പണി കൊടുക്കുമത്രേ. RSSന്റെ ഗുണ്ടാപ്പണിക്ക് പോകുന്ന ഏതാനും പേരൊഴികെ ബാക്കി എല്ലാവരെയും ഈ സർക്കാർ പിഴിയുകയാണ്, കശിക്കേറിയുകയാണ്. ഈ സർക്കാർ ചെറുപ്പക്കാരെ ഒറ്റുകൊടുത്ത സർക്കാരാണ്. വിദ്യാലയങ്ങളെയും ക്യാമ്പസുകളെയും ഈ സർക്കാർ വെറുപ്പിന്റെ കേദാരമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്വേഷമാണോ വെറുപ്പാണോ ഇന്ത്യ? അല്ല, ഇന്ത്യ സ്നേഹമാണ്, ഇന്ത്യ ഐക്യമാണ്, ഇന്ത്യ ഭാവിയെ പറ്റി കണ്ട സ്വപ്നമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയെ നിങ്ങൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും ഇന്ത്യയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ നമ്മൾ പറയുന്നു എല്ലാവരുമായി ചേർത്തുകൊണ്ട് നാം ആ പോക്കിനെ ചെറുക്കാൻ പോവുകയാണ്. ഈ സമ്മേളനം അതിൻ്റെ സമര പ്രഖ്യാപന വേദിയായിരുന്നു. നാം ഇവിടെ വന്ന് തിരിച്ചു പോകുന്നത് ഉറങ്ങാൻ വേണ്ടിയല്ല, വിശ്രമിക്കാൻ വേണ്ടിയല്ല. സഖാക്കളെ, AITUCയുടെ 42ാമത് ദേശീയ സമ്മേളനം നമ്മോട് പറഞ്ഞു, വരും ദിനങ്ങൾ തീർച്ചയായിട്ടും സംഘർഷഭരിതമായിരിക്കും. ആ യവനങ്ങളുടെ വേലികയറ്റമുണ്ടാകും. അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി, നമ്മളെ പിരിച്ചുവിടാൻ വരുമ്പോൾ പാടില്ലെന്ന് പറയുവാൻ വേണ്ടി, നമ്മുടെ ഖനികളെയും ആകാശങ്ങളെയും ഇല്ലാതാക്കാൻ നോക്കിയാൽ അരുതെന്ന് പറയുവാൻ വേണ്ടി, വിദ്യാർത്ഥികളെ തല്ലികുതക്കാൻ വരുമ്പോൾ അത് പാടില്ലെന്ന് പറയുവാൻ വേണ്ടി, ചെറുപ്പക്കാരോട് വഞ്ചന കാണിക്കുമ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്നറിയിക്കുവാൻ വേണ്ടിയുള്ള സമരങ്ങളുടെ വേലികയറ്റം രാജ്യമാകെ ഉണ്ടാകും. ആ സമരങ്ങളിലെല്ലാം നാം ഉണ്ടാകും, AITUC ഉണ്ടാകും. AITUC അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി പോയവരല്ല. ഞാനും നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ ദിവസത്തിൽ 102 കൊല്ലം മുമ്പ് AITUC പിറന്നു വീണ ഒക്ടോബർ 31 ആ ദിനത്തിൽ AITUCയുടെ സ്ഥാപക നേതാവായ സാക്ഷാൽ ലാല ലജപത് റായ് പറഞ്ഞു, ലോകത്ത് 2 തരം സത്യങ്ങളുണ്ടെന്ന്. ശരിയാണത്. ലോകത്ത് അന്ന് 2 തരം സത്യങ്ങളുണ്ടായിരുന്നു.
നമുക്കറിയാം ഇന്നും അങ്ങനെയാണ്. ഇന്നുമുണ്ട് ഈ ലോകത്ത്, ഈ ഇന്ത്യയിൽ രണ്ടു തരം സത്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒന്ന് അവരുടെ സത്യം, ആരുടെ? മുതലാളിമാരുടെ. രണ്ടാമത്തേത് നമ്മുടെ സത്യം, ആരുടെ? തൊഴിലാളി വർഗത്തിൻ്റെ. AITUC അതിൻ്റെ കൊടിയാണ് പിടിക്കുന്നത്. ഈ 5 അക്ഷരങ്ങൾ, ഈ ചുവന്ന കൊടി നമ്മുടെ വർഗത്തിൻ്റെ സത്യത്തിൻ്റെ കൊടിയാണ്. ആ സത്യത്തിൻ്റെ കൊടിയാണ് നമ്മുടെ കൊടി എന്ന് പറഞ്ഞുകൊണ്ട് നാം പറയുന്നു, അവർ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആ സത്യമില്ലേ അവരുടെ സത്യം. ലോകത്തെവിടെയുമുള്ള ചൂഷകവർഗത്തിൻ്റെ, ഇന്ത്യയിലെ ശൂഢപ്രഭുത്വത്തിൻ്റെ, ഇന്ത്യയിലെ വർഗീയ വൈതാളികന്മാരുടെ, ഇന്ത്യയിലെ ചോരക്കൊതികന്മാരുടെ എല്ലാ സത്യമാണ് മോദി ഗവൺമെന്റിന്റെ സത്യം. ആ സത്യവും നമ്മുടെ സത്യവും തമ്മിലുള്ള സമരമാണ് വരും ദിനങ്ങളിലേത്. അതിൽ നമ്മുടെ സത്യം ജയിച്ചേ തീരൂ. ആ സത്യം ജയിച്ചപ്പോഴാണ് 47 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ രാജ്യം സ്വതന്ത്രമായി മാറിയത്. ആ സ്വാതന്ത്ര്യത്തെയാണ് മോദി ഗവൺമെന്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്നു, നാം മോദി ഗവൺമെന്റിനെ അങ്ങനെ പോകാൻ സമ്മതിക്കുമോ? നുണ പറഞ്ഞുകൊണ്ടും വഞ്ചന കാട്ടിക്കൊണ്ടും ഇന്ത്യയെ സ്ഥിരമായി വഞ്ചിക്കുന്ന ഈ പോക്ക് ഇതുപോലെ പോകാൻ നാം സമ്മതിക്കുമോ മോദി ഗവൺമെന്റിനെ? ഈ ചോദ്യമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം. നമുക്കത് കേൾക്കാം. 2024 ആ തിരഞ്ഞെടുപ്പിന്റെ ചോദ്യം സഖാക്കളെ അത് മാത്രമാണ്. ഇത്രയും കാലം നാടിനെ ഭീകരമായി വഞ്ചിച്ച ഗവൺമെന്റ്, നുണ കൊണ്ട് ഇന്ത്യക്കാരെ കബളിപ്പിച്ച ഗവൺമെന്റ്, വിദേശ കൊള്ളക്കാരുമായി സന്ധിക്ക് പോയ ഗവൺമെന്റ്, മതേതര മൂല്യങ്ങളെല്ലാം തകർത്തെറിയുന്ന ഗവൺമെന്റ്, വർഗീയ ഭ്രാന്തിന് വേണ്ടി ചുട്ടുപിടിക്കുന്ന ഗവൺമെന്റ്, സ്വന്തം തിന്മകളെയും കെടുതകളെയും മറച്ചു വയ്ക്കുവാൻ വേണ്ടി മതങ്ങളെ വർഗീയ ഭ്രാന്താക്കി വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റ്, ശ്രീരാമനെ ശ്രീകൃഷ്ണനെ എല്ലാം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മതഭ്രാന്തിന് വേണ്ടിയുള്ള കരുക്കളാക്കി അവരെല്ലാം മാറ്റുന്ന വാസ്തവത്തിൽ മത ദ്രോഹത്തിന്റെ പോലും ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. അപ്രകാരം ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇതുപോലെ പോകാൻ നാം സമ്മതിക്കുമോ? ഉത്തരം വേണം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും മുമ്പ് ഞാൻ അഭ്യർത്ഥിക്കുന്നു, സഖാക്കളെ എല്ലാവരും ചേർന്ന് പറയണം, ഇല്ല എന്ന് പറയണം. ഇതുപോലെ പോകാൻ നാം സമ്മതിക്കുമോ മോദി ഗവൺമെന്റിനെ? ഇതുപോലെ പോകാൻ നാം സമ്മതിക്കുമോ മോദി ഗവൺമെന്റിനെ? ഇതുപോലെ പോകാൻ നാം സമ്മതിക്കുമോ BJPയുടെ, RSSന്റെ, മോഡിയുടെ ഈ നെറുകെട്ട ഗവൺമെന്റിനെ? ഇതാണ് സത്യം. നാം വിജയിക്കും, നാം പോരാടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. സഖാക്കളെ മുന്നോട്ട്. ഈ വേദിയിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാന്യരായ സൗഹാർദ്ദ പ്രതിനിധികൾ ഉണ്ട്. അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് ആവേശം പകരുന്നു. അവരാരും ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നില്ല. AITUCയുടെ ദേശീയ നേതൃത്വത്തിലെ പ്രമുഖരായ സഖാക്കളുടെ സാന്നിധ്യം, പ്രസിഡന്റ് രമേന്ദ്രകുമാർ ഉൾപ്പെടെ അവരുടെ എല്ലാം സാന്നിധ്യമുണ്ട്. ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അവരുടെ പ്രസംഗവും ഈ സമ്മേളനത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കട്ടെ. ഈ സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്താൻ സ്വാഗത സംഘത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സഖാവ് TJ ആഞ്ചലോസിനെ ക്ഷണിക്കുന്നു. സഹകളെ, ഉച്ച മുതൽ ഈ ബീച്ചിലേക്ക് ആയിരങ്ങളാണ് പ്രവഹിച്ചു കൊണ്ടിരുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നവർക്ക് രാത്രി എത്തുന്നതിന് മുമ്പ് തിരികെ പോകണം എന്നുള്ളത് കൊണ്ട് കുറേയധികം സഖാക്കൾ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഇവിടം വിട്ടുകഴിഞ്ഞു. ആലപ്പുഴ 1922 തിരുവിതാംകൂറിൽ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായ ഒരു നഗരമാണ്. ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം മാത്രമല്ല, ആദ്യത്തെ പണിമുടക്കും ആദ്യത്തെ തൊഴിലാളി രക്തസാക്ഷിയുമെല്ലാം
ഈ നഗരത്തിലാണ് ഇവിടുത്തെ കയർ ഫാക്ടറി തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൽ നിന്ന് മിച്ചം വെച്ചാണ് തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതര വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേഡർമാരെ അയച്ചുകൊണ്ടിരുന്നത്. അവരാണ് ചരിത്രത്തിൽ സാമ്പത്തിക ആവശ്യങ്ങളെക്കാൾ ഉപരി രാഷ്ട്രീയ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന സഖാവ് ടി വി തോമസിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ അണിനിരന്ന് ഐതിഹാസികമായ പുന്നപ്രവേലാർ സമരം നയിച്ചത്. AITUCയുടെ 100ാമത് വാർഷികത്തിൽ 100 വർഷം പിന്നിടുമ്പോൾ ശതാബ്ദി സമ്മേളനം ഈ നഗരം ഏറ്റെടുക്കണം എന്ന് അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സൗ ഗുരുദാസ് ഗുപ്ത നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം പിന്നീട് നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ആ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുകയുണ്ടായി. പിന്നീടാണ് ദേശീയ സമ്മേളനത്തിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപം നൽകുന്നത്. സമ്മേളനം നടത്തുവാൻ ഒരാഴ്ച മാത്രം പിന്നിടുമ്പോൾ കോവിഡ് മഹാമാരി ലോകത്താകെ, രാജ്യത്താകെ ലോക്ക്ഡൗണിലേക്ക് നമ്മളെ നയിക്കുകയുണ്ടായി. 2022 ഡിസംബറിനുള്ളിൽ സമ്മേളനം പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നീങ്ങുകയുണ്ടായി. ഡിസംബറാണ്, ടൂറിസ്റ്റ് സീസണാണ്, ആലപ്പുഴയ്ക്ക് പരിമിതികളേറെയാണ്. അഖിലേന്ത്യാ സമ്മേളനം നടത്തുവാൻ പറ്റുന്ന നഗരങ്ങൾ കേരളത്തിൽ വേറെ ഉണ്ട്. പക്ഷേ ഈ ചരിത്രമുള്ളത് കൊണ്ടാണ് ഇവിടെ നടത്തണം എന്ന് തീരുമാനിച്ചത്. എല്ലാ ട്രെയിനുകളും ഇവിടെ എത്തിച്ചേരുന്നില്ല, എയർപോർട്ടില്ല, 2000-ഓളം വരുന്ന ആളുകൾക്ക് ഒത്തുചേരാനുള്ള വലിയ ഓഡിറ്റോറിയം ഇല്ല. പരിമിതികൾ ഏറെയായിരുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി AITUCയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ സജീവമായ സാന്നിധ്യത്തോടുകൂടി ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നന്നായി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിജയമാണ് ഞങ്ങൾക്കെല്ലാം ആത്മസംതൃപ്തി പകരുന്ന തരത്തിൽ ഈ പൊതുസമ്മേളനത്തിലും അതുപോലെ തന്നെ ഡിഗ്രി സെഷനിലും ജനറൽ സെക്രട്ടറി സഖാവ് അമൃത് കൗർ, റിസപ്ഷൻ കമ്മിറ്റിക്ക്, അതുപോലെ തന്നെ ഈ നാട്ടിലെ തൊഴിലാളി പ്രവർത്തകർക്ക് നൽകിയ അഭിവാദ്യവും നന്ദിയും ഒരു കുറവുമില്ലാത്ത തരത്തിൽ ആ സമ്മേളനം നന്നായി കൊണ്ടുപോകുന്നതിന് സ്വാസംഘത്തിൻ്റെ ചെയർമാൻ എന്നുള്ള തരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സൗ കാനന്ദായന്ദൻ്റെ നിർദ്ദേശങ്ങളും ഇടപെടലും എല്ലാം ആ കാര്യത്തിലുണ്ടായി. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് KP രാജേന്ദ്രൻ മാസങ്ങളായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാം വിജയം ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന തൊഴിലാളി പ്രവർത്തകർക്ക് നല്ല സംതൃപ്തിയോടുകൂടി ഇത്രയും ദിവസം ഇവിടെ ചെലവഴിക്കുവാനും അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് 10,000-കണക്കിന് വരുന്ന തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള റാലിയും സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. 3 മണി മുതൽ ഇവിടെ ആട്ടവും പാട്ടുമായിരുന്നു. ഇപ്റ്റയുടെ കലാകാരന്മാർ വീണ്ടും ഈ പൊതുസമ്മേളനം കഴിഞ്ഞാൽ അവർ കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇതുപോലെ ഒന്ന് ഒത്തുചേർന്നിട്ട് എത്രയോ വർഷങ്ങളായി, കോവിഡ് മഹാമാരിക്ക് ശേഷം ഇതേപോലെ ഒന്ന് ഒത്തുചേരാൻ നമുക്ക് കഴിഞ്ഞില്ല. അത്തരം ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി തന്ന AITUCയുടെ ദേശീയ നേതൃത്വത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരെയും പേരെടുത്ത് ഒരു കൃതജ്ഞതയിൽ പറയുക എന്നുള്ള അസാധ്യമാണ്. പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ കൃതജ്ഞത പറയുന്നത്. ബാക്കി എല്ലാവർക്കെല്ലാം പിന്നീട് അതിനുള്ള വേദി ഉണ്ടാക്കി സ്വാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആ സ്വാസംഘം പിരിച്ചുവിടുന്ന ഘട്ടത്തിൽ അതിനാവശ്യമായ നന്ദിയും എല്ലാം അതിനകത്ത് നമുക്ക് രേഖപ്പെടുത്താം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സ്വാസംഘത്തിൻ്റെ ചെയർമാനുമായ സൗ കാനന്ദായന്ദനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സമ്മേളനം വിജയിക്കണമെങ്കിൽ ഒന്നാമത് ഇത്രയും പേർക്ക് ഇരിക്കുവാനുള്ള ഒരു പന്തൽ, രണ്ടാമത് വ്യത്യസ്തമായ
രുചികളുമായി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഭക്ഷണത്തിൻ്റെ രീതി, സമാപന സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പുകൾ, അതിലെല്ലാം കൃത്യമായ ഇടപെടലോടുകൂടി ഇതിനു മുമ്പ് ഒട്ടനേകം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള, ഒന്നിലധികം പാർട്ടി കോൺഗ്രസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് സഹായകരമായി ഒരാഴ്ചയായി ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ രാവിലെ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു ബീച്ചിൽ വരണം, ഇത് കാണണം, എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ വരെ അതിനെല്ലാം ആവശ്യമായ കമ്മിറ്റികളുണ്ടെങ്കിൽ പോലും അതിലെല്ലാം ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വം നമുക്ക് വലിയ പ്രചോദനമായിരുന്നു. ഈ സമാപന സമ്മേളനത്തിൽ അദ്ദേഹമാണ് അധ്യക്ഷൻ. ഈ സംഘാടക സമിതിക്ക് വേണ്ടി, ആലപ്പുഴയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനറൽ സെക്രട്ടറി സഹ അമർജിത് കൗർ വിദ്യാർത്ഥി നേതാവായിരുന്ന നാൾ മുതൽ ആലപ്പുഴയുമായി വലിയ ബന്ധമുണ്ട്. ഓരോ പ്രവർത്തകരെയും പേരെടുത്ത് വിളിച്ച് അവരോട് കുശലാന്വേഷണവും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളുമെല്ലാം നൽകുന്ന, ഇന്ത്യ ആകെ അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി നേതാവാണ്. വലിയ ആവേശമാണ് പ്രതിനിധി സമ്മേളനത്തിനും പൊതുസമ്മേളനത്തിനും സഖാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടായത്. ആ സഖാവിന് ഉദ്ഘാടക എന്നുള്ള തരത്തിൽ നമ്മളെല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രതിനിധികൾ, അതുപോലെ തന്നെ WFTൻ്റെ ജനറൽ സെക്രട്ടറി, മറ്റ് തൊഴിലാളി നേതാക്കൾ എല്ലാവരെയും സംഘാടക സമിതിയുടെ പേരിൽ അവർക്കുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഈ നഗരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി, തൊഴിലാളി പ്രസ്ഥാനവുമായി വളരെ ചെറുപ്പം മുതൽ ഹൃദയബന്ധമുള്ള സഖാവ് ബിനോയ് വിശ്വം ഇവിടെ നിന്ന് പുതിയൊരു ചുമതല ഏറ്റെടുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, രാജ്യസഭാംഗമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചുമതല AITC സമ്മേളനം തീരുമാനിച്ചത് വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള തരത്തിലാണ്. പ്രത്യേകം അദ്ദേഹത്തെ ഈ ആലപ്പുഴയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രസിഡന്റ് രമേന്ദ്രകുമാർ സമ്മേളന നടപടികൾ തുടങ്ങിക്കൊണ്ട് പതാക ഉയർത്തിയപ്പോൾ മുതൽ അത് തീരുന്നത് വരെ എത്രയോ വ്യത്യസ്തമായ മേഖലകളിലുള്ള തൊഴിലാളികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 100 കണക്കിന് വിഭാഗങ്ങളിൽപ്പെടുന്ന തൊഴിലാളികൾ. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ താല്പര്യം, അവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രതിനിധികൾക്ക് അവരുടേതായ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുവാനും പ്രമേയങ്ങൾ അവതരിപ്പിക്കുവാനും ചർച്ചയിൽ പങ്കെടുക്കുവാനും എല്ലാം വളരെ ഫലപ്രദമായി ആ സമ്മേളനത്തെ നിയന്ത്രിച്ച രമേന്ദ്രകുമാറിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ വേദിയിലുണ്ട്. ഹൃദയം നിറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. WFTൻ്റെ ജനറൽ സെക്രട്ടറി പാംബിസ് ക്രിറ്റ്സ്, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിനിധി സമ്മേളനത്തിലും അഭിവാദ്യം ചെയ്തു, ഇവിടെയും നമ്മളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള രാമകൃഷ്ണ പാണ്ഡെ ഉൾപ്പെടെയുള്ള ഒട്ടനേകം നേതാക്കൾ ഇവിടെ സംസാരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചതാണ്. എന്നാൽ സമയം ഏറെ വൈകി എന്നുള്ളത് കൊണ്ട് അവരാരും സംസാരിക്കുന്നില്ല എന്നറിയിക്കുകയുണ്ടായി. ഹൃദയം നിറഞ്ഞ നന്ദി രാമകൃഷ്ണ പാണ്ഡെക്ക് രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്റ്റയുടെ പരിപാടികൾ ഇവിടെ തുടരുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച AITCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, AITCയുടെ സംസ്ഥാന ഭാരവാഹികൾ, അവരെല്ലാം ടീമായി ഈ സമ്മേളന വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അദ്ദേഹത്തെ ദേശീയ വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ സ്വാഗത സംഘത്തിന് ഫലപ്രദമായ നേതൃത്വം നൽകിയ KP രാജേന്ദ്രന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉച്ചയായപ്പോൾ മുതൽ ഈ നഗരത്തിലേക്ക്, ഈ ആലപ്പുഴ ബീച്ചിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പ്രവാഹമായിരുന്നു. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് അവരെല്ലാം ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഒത്തുചേർന്നിട്ട് ഏറെ നാളുകളായി അപൂർവമായി ഉണ്ടായ അത്തരത്തിലുള്ള ലോക്ക്ഡൗണും അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികളും നമ്മളെ തളർത്തിയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി എത്തിച്ചേർന്ന 10,000 വരുന്ന തൊഴിലാളികൾ, അവരുടെ കുടുംബാംഗങ്ങൾ ആലപ്പുഴ നഗരത്തിൽ ഈ സമ്മേളനം നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കണ്ടു, ഓരോ മേഖലയിൽ നിന്നും പ്രത്യേക കലാപരിപാടികളുമായി സഖാക്കൾ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. ആ കൂട്ടായ്മ നമ്മുടെ ജില്ലയിലെ, നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് ഏറെ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകും. എല്ലാ സഖാക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്.
വളരെ ഫലപ്രദമായി നമ്മുടെ ഈ നടപടികൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ നമുക്ക് ഓഡിറ്റോറിയം ഒരുക്കിയ അവരെ പ്രതിനിധി സമ്മേളന നഗറിൽ സ്വാസംഘത്തിൻ്റെ ചെയർമാൻ പ്രത്യേകം ആദരിക്കുകയുണ്ടായി. ഇവിടെ മെച്ചപ്പെട്ട സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ സ്റ്റേജും മറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം ചെയ്തു തന്ന കൊല്ലത്തെ അസീസി ഗ്രൂപ്പ് അവർക്ക് സ്വാസംഘത്തിൻ്റെ ചെയർമാൻ പ്രത്യേകം അവരെ ആദരിക്കുന്നതാണ്. എല്ലാ സഖാക്കളെയും മേദിനി ചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഇവിടെയല്ല, എത്രയോ ദിവസങ്ങളായി നമ്മുടെ സമ്മേളന വേദിയിൽ നമുക്കെല്ലാം ആവേശം പകരുന്ന തരത്തിൽ തുടക്കം മുതൽ മേദിനി ചേച്ചിയുടെ സാന്നിധ്യമുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AITUസിൻ്റെയും നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. ഇപ്റ്റയുടെ കലാകാരന്മാർ ഇന്ന് മാത്രമല്ല, പ്രതിനിധി സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്കെല്ലാം ആവേശം പകർന്നുകൊണ്ട് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഈ സമ്മേളനത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിക്കുന്നു. ഇപ്റ്റയുടെ പരിപാടി തുടരും.
സകലെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്റ്റയുടെ പരിപാടി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്, തുറന്നുണ്ടാകില്ല എന്നറിയിക്കുന്നു.